ബി.ജെ.പി. സ്ഥാനാർത്ഥി കങ്കണയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് അനുഗ്രഹമാണെന്നാണ് ഹിമാചൽ പ്രദേശ് മന്ത്രി രോഹിത് താക്കൂർ പറയുന്നത്. ഹിമാചലിലെ 10 സീറ്റിലും കോൺഗ്രസ് വിജയിക്കുമെന്നും 6 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും 4 ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് തന്നെ ജയിക്കുമെന്നും അദ്ദേഹം ആണയിട്ട് പറയുകയാണ്. അതേസമയം ആദ്യഘട്ട പ്രചാരണം അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെന്നും ബി.ജെ.പി. എം.പി വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കുകയെന്നതിൽ കവിഞ്ഞ് ബി.ജെ.പി. സ്ഥാനാർത്ഥി കങ്കണയ്ക്ക് മറ്റൊരു രാഷ്ട്രീയവുമില്ലെന്നും രോഹിത് താക്കൂർ വ്യക്തമാക്കി. കങ്കണയ്ക്ക് വികസനത്തെക്കുറിച്ചും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലും സംസാരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിയിട്ടുണ്ട്. ഹിമാചലിൽ അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹാമിപൂർ, മാണ്ഡി, കാംഗ്ര തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 വർഷത്തെ ബി.ജെ.പി. ഭരണം സമ്പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബി.ജെ.പി. യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിലും തൊഴിൽ നൽകിയില്ല. ഹിമാചൽ പ്രദേശിൽ എം.പി. ഫണ്ട് വിതരണത്തിൽ ഉൾപ്പെടെ പ്രശ്നമുണ്ടായി. ഇത് കോൺഗ്രസിന് അനുകൂലമാവുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഹിമാചൽ പ്രദേശിലെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പും അടുക്കുമ്പോൾ ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടി ബി.ജെ.പിക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. 2 പാർട്ടികളും മലയോര സംസ്ഥാനത്ത് നേരിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബി.ജെ.പി. ഭരണകാലത്ത് മുൻ മുഖ്യമന്ത്രിയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായ ജയറാം താക്കൂറും പ്രാദേശിക പക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മെയ് 10-ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ആരോപിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം ഹിമാചൽ പ്രദേശിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ജൂൺ 1-ന് ഇവിടെ നടക്കും. പാർട്ടി വിപ്പ് ലംഘിച്ചതിന് 6 കോൺഗ്രസ് എം.എൽ.എമാരെ സംസ്ഥാന നിയമസഭയിൽ നിന്ന് അയോഗ്യരാക്കിയതിനെ തുടർന്ന് 6 സീറ്റുകൾ ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. പിന്നീട് 6 കോൺഗ്രസ് വിമതരും ബി.ജെ.പിയിൽ ചേർന്നു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം കോൺഗ്രസ് എം.എൽ.എമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.